അപ്പോൾ മമതാ ബാനർജിയുടെ ഹുങ്കായിരുന്നു. മുസ്ലിം വോട്ട് കൂടെയുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന അനധികൃത മൈഗ്രൻസിൻ്റെ വോട്ടുണ്ട്, അത് വെച്ച് ഞാൻ ജയിക്കും, ബാക്കി ഈ പറയുന്ന ഭദ്രലോകം എനിക്കൊപ്പം നിൽക്കും, ഞാൻ കുറേ ബംഗാളി പ്രൈഡ് പറയും, ഞാൻ അവരെ പറ്റിക്കും ഇത്തവണയെന്ന് വെച്ച്. എല്ലാ തവണയും ഒരേ ഒരു നെഗറ്റീവ് വർക്കൗട്ട് ആവില്ല, ഒരു തവണയേ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ ബി ജെ പിക്കാർക്കെതിരെ കൊണ്ടുവന്ന നെഗറ്റീവൊക്കെ സക്സസ്ഫുള്ളായി. പക്ഷേ ഇത്തവണ ബി ജെ പി എന്ത് ചെയ്ത്, മമതയുടെ ഒരു ഇത്തരം ഇതിലും വീണില്ല, സൈലൻ്റായിട്ട് വർക്ക് ചെയ്തു. താഴെ തട്ടിൽ അത്രയും സജീവമായുള്ള വർക്കാണ് നടന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് പറയുന്നത് കേൾക്കുന്നത്, അതായത് ഈ പോളിംഗ് ഏജൻറ്റുകളൊക്കെ കണ്ടെത്തിയത് പരീക്ഷയൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ, ഓറൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ടൊക്കെയാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞത്. ആ രീതിയിൽ മൈക്രോ മാനേജ്മെൻറ്റ് അവിടെ കൊണ്ടുവന്നു. RSS വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ട്രൈബൽ ബെൽറ്റിൽ. പിന്നെ അതുകൂടാതെ ഈ പുരുളിയ, ബാങ്കുര ആ മേഖലയുണ്ടല്ലോ, ജംഗിൾ മഹൽ, അവിടെ RSSൻ്റെ വളരെ സജീവമായിട്ട് വീടുകൾ കയറിയുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJP ഇപ്പോൾ ഒരു മാസം മുമ്പ് 120 BJP ഒരു ഇൻ്റേണൽ സർവേ വന്നു, ജസ്റ്റ് ഒരു മാസം മുമ്പ് 120 സീറ്റ് വരെ BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. അതായത് BJP 120 സീറ്റ് നേടും, 100 ക്രോസ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് വന്നതോടുകൂടി ഇനി വേണ്ടത് എന്താ, ജനങ്ങളെ പോളിംഗ് ബൂത്തിലെത്തിക്കുക, ഭയമില്ലാതെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, BJP വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും വലിയൊരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഒന്ന് ഭയം, രണ്ടാമത്തെ കാര്യം BJP ജയിക്കുമ്പോൾ, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാതെ BJP പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടി കിട്ടില്ലേ, ഞങ്ങളുടെ ജീവൻ പോകില്ല, ആ ഒരു സംഭവമായിരുന്നു. അതിപ്പോൾ ഓൾറെഡി 1-2 ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് BJP വളരെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്തു എന്നുള്ളതാണ്